കേരള ആഗോള നിക്ഷേപക സംഗമം ഉച്ചകോടി അത് നാളെയും മറ്റന്നാളുമായിട്ടാണ് കൊച്ചിയിൽ നടക്കുക. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിദേശ രാജ്യ പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ഇതുവരെയുള്ള വ്യാവസായികമായ വളർച്ച ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ ഉച്ചകോടി കൊണ്ട് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഒരു ആവേശകരമായ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ അമല് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. മന്ത്രിതല സംഘങ്ങൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘങ്ങൾ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനം, ഒന്നാമത്തെ സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, കേരളം. അങ്ങനെ ഒരു നേട്ടത്തിനിടയിലാണ് ഈ നിക്ഷേപക സംഗമം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമൽ, ഏതൊക്കെ തരത്തിലാണ് ഈ നിക്ഷേപക സംഗമം? UDF ഭരണകാലത്ത് നേരെ ജിമ്മ് നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ എമർജിംഗ് കേരള നടത്തിയിരുന്നു. പക്ഷേ നിക്ഷേപങ്ങൾ കാര്യമായി ഒന്നും വന്നിരുന്നില്ല എന്ന പ്രശ്നമുണ്ട്. പക്ഷേ ഇത് പുതിയ സാഹചര്യത്തിൽ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് വ്യാപാര വാണിജ്യ വ്യവസായ ലോകമൊക്കെ കാണുന്നത് അമൽ? ശരത്, വലിയ പ്രതീക്ഷ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാളെയും മറ്റന്നാളുമായി 2 ദിവസമായാണ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി കൊച്ചിയിൽ നടക്കുക. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കും ഈ ഒരു ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ അടക്കം ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പി രാജീവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഉച്ചകോടിക്ക് നമ്മളെ അതിഥികളെ അടക്കം സ്വീകരിക്കുക, ഉച്ചകോടി നല്ല രീതിയിൽ നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ 2 ദിവസത്തെ ഉച്ചകോടി നടക്കുക. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 3000-ന് മുകളിൽ ആളുകൾ ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഈ ഒരു ഉച്ചകോടിയിൽ സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, നൈപുണ്യ വികസന മന്ത്രി ജയൻ ചൗധരി അടക്കമുള്ള മന്ത്രിമാർ ഈ ഉച്ചകോടിയിൽ സംസാരിക്കും. ഒപ്പം തന്നെ വിദേശത്തു നിന്നും UAE-യുടെ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫക്രു, ഒപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ഒപ്പം പ്രമുഖ വ്യവസായിയായ MA യൂസഫ് അലി, ഒപ്പം CII പ്രസിഡന്റ് സഞ്ജീവ് പുരി, അദാനി സ്പോർട്സ് MD കരൺ അദാനി തുടങ്ങിയവരും ഇത്തരത്തിൽ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, ആഗോളതലത്തിലുള്ള ബിസിനസ് നയകർത്താക്കൾ എന്നിവരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്. ഇതിൽ പ്രത്യേകമായും 28 സെക്ഷനുകളാണ് ഉള്ളത്. ഈ ഒരു ദ്വിദിന ഉച്ചകോടി ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ 28 സെക്ഷനുകൾ തന്നെയായിരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ തിരഞ്ഞെടുത്ത കമ്പനികളുടെ ഏതൊക്കെയാണ് കാര്യപരിപാടികളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ 2 ദിവസം? ഈ 2 ദിവസങ്ങളിലായി 28 സെഷനുകളായാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുക. നാളെ രാവിലെയോടുകൂടി തന്നെ ഈ ഉച്ചകോടിയുടെ എല്ലാ പരിപാടികളും തുടക്കം കുറിക്കും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാരും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും അടക്കം ഈ ഒരു ഉച്ചകോടിയിൽ സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിദേശത്തു നിന്നുള്ളവരും അടക്കം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സെമിനാറുകൾ പോലുള്ള പരിപാടികൾ, അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെയും ഒപ്പം തന്നെ ഇന്ത്യയിലെയും ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളടക്കം കൊണ്ടുവന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ സെമിനാറുകൾ അടക്കമുള്ള പരിപാടികളെ നടത്തിക്കൊണ്ട് അത്തരത്തിൽ ഈ ഒരു പരിപാടി 2 ദിവസമായി കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇത്തരം പരിപാടി നടക്കുമ്പോൾ കേരളത്തിലെ നിക്ഷേപകരെ ആകർഷിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം കൂടിയുണ്ട്. കേരളത്തെ സംബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ വ്യവസായ മേഖലയിലെ ഇത്തരം ഉണർവ് കേരളത്തിലെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. അതിലേക്കൊരു പുതിയ ഒരു നാഴികക്കല്ല് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഉച്ചകോടിയെ സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും. റൈറ്റ്, ശരി. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് അമലാണ്.